ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മൈ ബ്ലിസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂം മേക്ക് ഓവറാണ്. മനസ്സിലൊരു പ്ലാൻ ഉണ്ട്, അതുപോലെ നടക്കുമെന്നറിയില്ല. എന്തായാലും നമുക്കിന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ 500 രൂപയുടെ താഴെ ആയുള്ളൂ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു മേക്ക് ഓവർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ മുകളിലുള്ള ഐക്കണിൽ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാത്തവർ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ആ ഒരു വൈറ്റ് നെറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ റൂമിൻ്റെ എന്ന് വെച്ചാൽ ബെഡിൻ്റെ നേരെ ടോപ്പിലായിട്ട് എനിക്കൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹാങ് ചെയ്യാൻ വേണ്ടി നമ്മൾ മേടിച്ച ആ ഒരു വാൾ ഹോൾഡർ ഉണ്ടല്ലോ, അതൊന്ന് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ മേടിച്ച നെറ്റ് ഞാൻ പറഞ്ഞിരുന്നു 10 മീറ്റർ ആണ്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കാരണം അത് ഫുള്ള് വേണ്ട, കാരണം നിലത്തോടെ കിടക്കും അത് ഫുള്ള് എടുത്താൽ. ഇനി ഇപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ സെൻറ്റർ പാർട്ട് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അതിൻ്റെ 2 എൻഡും കൂടി നമുക്കൊന്ന് ഒന്നിച്ച് പിടിച്ചാൽ അതിൻ്റെ സെൻറ്റർ പാർട്ട് കിട്ടും കേട്ടോ. ഇനി അത് നേരെ കൊണ്ടുവന്ന് നമ്മുടെ ആ ഹുക്കിലേക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഹോൾഡ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നിൽക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ സെൻറ്ററിൽ സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്നോളും. എന്നിട്ട് നേരെ നമ്മുടെ ഹുക്കിലേക്ക് അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ടോപ്പിൽ അങ്ങ് ഹാങ് ചെയ്തിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗാർലൻഡ് ഒന്ന് അതിൻ്റെ സൈഡിലൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഗാർലൻഡ് കൂടി അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പിങ്ക് ഫ്ലവർ അതിൽ നമുക്കൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമറയിൽ കാണാൻ ലൈറ്റ് പിങ്ക് ആണ്, ഡാർക്ക് പിങ്ക് ആട്ടോ ഏകദേശം. അത് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, കാരണം ലൈറ്റിങ് വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് അങ്ങ് പോകുന്നുണ്ട്. ഞാൻ അന്ന് 4 പീസ് ഉള്ളതിൽ ഒരു പീസിന് സെൻട്രലായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉള്ളത് എനിക്ക് ഫുള്ളായിട്ട് ഹാങ് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തു. പിന്നെ ബാക്കി 2 സൈഡിലായിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ LED സ്ട്രിങ് കൂടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഒരു അബദ്ധം പറ്റി, ഞാൻ 1 വർഷം മുന്നേ മേടിച്ച് വെച്ചതാണ്. 2 സ്ട്രിങ്ങുള്ള ലൈറ്റായിരുന്നു, അതിലൊരു സ്ട്രിങ് ഫുള്ളായിട്ട് പോയി. അതുകൊണ്ട് ഒരു സ്ട്രിങ്ങിൽ അവിടെ ഇവിടെ ഉള്ള ലൈറ്റ് മാത്രമേ ഇപ്പോൾ കത്തുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ എന്തായാലും ഇനി മേടിക്കാനൊന്നും ടൈം ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തേക്ക് വേണ്ടി ഞാനിത് ഇതിങ്ങ് ഇട്ട് കൊടുത്തു. ഇനി പുതിയൊരെണ്ണം വാങ്ങിയിട്ട് ഇതിന് പകരം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. തൽക്കാലം നമുക്കിപ്പോൾ റൂം മേക്ക് ഓവർ ചെയ്യണമല്ലോ, അതിന് വേണ്ടി ഇട്ടതാണ്. ഇനി അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ 2 ഹാങ് ചെയ്ത് കൊടുക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഐറ്റംസ് ആണ് ഞാൻ പറഞ്ഞിരുന്നു വാങ്ങിയതിൽ. അപ്പം അതിനെ ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു പ്ലാന്റിൻ്റെ പോട്ട് ഉണ്ടായിരുന്നു, അതുകൂടി ഞാൻ വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒരു കുഞ്ഞും ഗാർലൻഡും കൂടെ അതിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് എടുത്തു മാറ്റി നമ്മുടെ ഈ ഒരു പാവക്കൂട്ടനുണ്ട്, അവനെയും കൂടെ നമുക്ക് ആ സൈഡിലായിട്ടൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ആ പാവേനെ കൂടെ അവിടെ ഹാങ് ചെയ്തപ്പം അവിടെ വന്ന ഒരു സ്പേസ് ഫില്ലായ പോലെ എനിക്ക് തോന്നി കേട്ടോ. കുറച്ചുകൂടെ ഒരു മെനം വന്ന പോലെ തോന്നി. അങ്ങനെ ഇവിടുത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് വലിയ പരിപാടിയാണ്. വലിയ പരിപാടി എന്ന് വെച്ചാൽ ഈ ടേബിൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എൻ്റെ വീഡിയോസ് ഓൾറെഡി കണ്ടിട്ടുള്ളവർക്കറിയാം, ഈ ടേബിൾ ബ്ലാക്ക് ആയിരുന്നു. ബ്ലാക്ക് ടേബിളും ഈ കാണുന്ന ഒരു ഡ്രസ്സിംഗ് ടേബിളും ബ്ലാക്ക് ആയിരുന്നു കേട്ടോ. ഞാൻ റൂം മേക്ക് ഓവർ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഡ്രസ്സിംഗ് ടേബിളും താഴെ കാണുന്ന ഈ ടേബിളും ഞാനൊന്ന് ഈ ഒരു പിസ്ത ഗ്രീൻ കളർ പെയിൻറ്റ് വാങ്ങി അടിച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഇതൊക്കെ അടിച്ചത് പല സമയത്തായിട്ടായിരുന്നു. അതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് ഈ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യണം. ആദ്യം ഇതിൻ്റെ ടോപ്പിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം.
എന്നിട്ട് അത്യാവശ്യം വേണ്ടിയ സാധനങ്ങൾ ടേബിളിൽ വെച്ചിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ മാറ്റി ട്ടോ. പിന്നെ ഒരു ടോപ്പിലായിട്ട് നമ്മുടെ ഗാർലൻഡ് ഇതുപോലെ ഇട്ടു. എനിക്കത് ഇട്ട് കഴിഞ്ഞപ്പം എന്തോ ഒരു കുറവ് പോലെ തോന്നി. ഞാൻ നോക്കിയപ്പോൾ പണ്ട് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച കുറച്ച് തുലിപ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ആവുമെന്നറിയില്ല, എങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ട്ടോ. അപ്പോൾ അത് ഹാങ് ചെയ്ത് കഴിഞ്ഞപ്പം വലിയ കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ടും എനിക്ക് മതിയായില്ല. ഞാൻ പണ്ട് ചെയ്ത് വെച്ച കുറച്ച് പേപ്പർ ഫ്രെയിംസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ 1 വർഷം മുന്നേ ഞാൻ ചെയ്ത് വെച്ചതാ ട്ടോ. അപ്പോൾ അതുകൂടി അതിൽ ഹാങ് ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തു. അതും കൂടി ഹാങ് ചെയ്തപ്പോൾ വൗ! പറക്കുംതളിയിലെ ബസ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും കളയാൻ പോയില്ല, കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ ആകെപ്പാടെ ആ വാം കളർ വരുന്ന ലൈറ്റ് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. തൽക്കാലം ലൈറ്റ് ഇടേണ്ടത് കൊണ്ട് ഞാനിവിടെ ക്രിസ്മസിന് ഇടാൻ മേടിച്ച് വെച്ച LED കൂടി ഇട്ട് കൊടുത്തു ട്ടോ. ഈ ഒരു ബ്ലൂ കളർ എനിക്ക് ഇഷ്ടമായിട്ടില്ല, എങ്കിലും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇടാമെന്ന് വിചാരിച്ച് വെച്ചതാ ട്ടോ. ടേബിൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഡ്രസ്സിംഗ് ടേബിളും ആ കാണുന്ന ഒരു കബോർഡും കൂടെ നമുക്ക് സെറ്റാക്കാം. ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഗാർലൻഡ് കുറേ മിച്ചമുണ്ടല്ലോ. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കെട്ടുകണക്കിന് മേടിച്ചിട്ടുണ്ടെന്ന്. ഒരു റൂം ഫുൾ ഇടാനുള്ള സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. പറ്റുന്നത്ര വാരിക്കോരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ആ ഗാർലൻഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കബോർഡിൽ മാത്രമല്ല നമ്മുടെ ഇവിടെ വിൻഡോയുടെ സൈഡിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ടോപ്പിലൂടെ ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്ത് താഴെ വരെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഗാർലൻഡ് ഏകദേശം തീരാറായി. ഇനിയിപ്പോൾ ഞാൻ കുറച്ചെങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ക്രാഫ്റ്റിൻ്റെ സമയത്ത് ചെയ്ത് വെച്ച ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു, നമ്മൾ പഴയ പ്ലേറ്റ് വെച്ചുണ്ടാക്കിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൂടി ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ കൊള്ളാമായിരിക്കും. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ലൈറ്റ് കൂടി ഇട്ട് കൊടുത്തപ്പം ഇതാണ് ലുക്ക്. പകലായതുകൊണ്ട് നമുക്ക് അത്ര എടുത്ത് കാണാൻ പറ്റില്ല. നൈറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ലൈറ്റിൻ്റെ എഫക്റ്റ് എടുത്ത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ ഈ മേക്ക് ഓവർ ഒന്ന് കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റ് ഇവിടെ നിന്ന് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ആ ബെഡ്ഷീറ്റ് മാറിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ലുക്ക് നമുക്ക് മാറിയതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നൈറ്റിലെ വീഡിയോ ആണ്. നൈറ്റ് ആവാൻ കാത്തിരുന്നാണ് കാണാൻ. ലൈറ്റിൻ്റെ ഒക്കെ എഫക്റ്റ് അറിയണമെങ്കിൽ ശരിക്കും ഒന്ന് ഇരുട്ടാവണമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് വലിയ പ്രോബ്ലം ഇല്ലാണ്ട് തോന്നി, കാരണം നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മേക്ക് ഓവർ ആണല്ലോ പ്ലാൻ ചെയ്തത്. അതിന് ഏകദേശം എന്തായാലും ഒത്തിയിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂം മേക്ക് ഓവർ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാം കൂടി എനിക്കൊരു 500 വിലയാണ് ആയത്. നമുക്കിനി ക്യാഷ് ഇല്ലാണ്ട് ഹാൻഡ് മെയ്ഡായിട്ട് നമുക്ക് ഐറ്റംസ് ഉണ്ടാക്കി നമ്മൾ റൂമൊക്കെ മേക്ക് ഓവർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.